വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഇന്ന് പകലും നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുക, ധൈര്യപ്പെടുത്തുക, പുതിയ പ്രത്യാശ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കുക. ഇന്ന് പരിശുദ്ധാത്മാവ് വിടുതലാക്കുന്നൊരു ദൈവിക ദൂത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പകരുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. എസ്തേറിൻ്റെ പുസ്തകം 4 അധ്യായം 14 വാക്യം: നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴമായി വെളിപ്പെടുത്തുന്ന ദൈവശബ്ദം. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ എസ്തേറിനോട് മൊർദെഖായി പറയുന്ന ഒരു ദൂത്, ഒരാലോചനയാണ്. ദൈവത്തിൻ്റെ ദൂതനകത്തുനിന്ന് പരിശുദ്ധാത്മ ഹൃദയത്തിൻ്റെ തലങ്ങളിൽ പകർന്നു തരുന്നത് ഈ സമയത്ത് മൗനം പാലിക്കേണ്ട സമയമല്ല. ഈ സമയത്തിന് ജീവിതത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. കഷ്ടതയായിരിക്കാം സാഹചര്യം, ഒറ്റപ്പെടലായിരിക്കാം അവസ്ഥ, 100 വിഷയത്തിൻ്റെ നടുവിലായിരിക്കും ജീവിത സാഹചര്യങ്ങളായിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നത് ഈ സമയത്തിന് ഒരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നീ മിണ്ടാതിരിക്കേണ്ട സമയമല്ല എന്ന് എസ്തേറിനോട് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. ഈ സമയം ജീവിതത്തിൽ വഴികൾ തുറക്കുന്ന സമയമാണ്. ഈ സമയം ജീവിതത്തിൽ വാതിലുകൾ തുറക്കപ്പെടുന്ന സമയമാണ്. ഇത് ജീവിതത്തിൻ്റെ തലങ്ങളിലെ വഴിത്തിരിവിൻ്റെ സമയമാണ്. ഇവിടെ കൂടുതൽ പ്രാർത്ഥിക്കുക, കൂടുതൽ യാചിക്കുക, കൂടുതൽ ദൈവത്തോട് നിലവിളിക്കേണ്ട ഒരു സമയമാണ്. നേരെ മറിച്ച് നിരാശയോടിരിക്കേണ്ട ഒരു സമയമല്ല, ഭാരത്തോടിരിക്കേണ്ട ഒരു സമയമല്ല, ജീവിതം ആകുലതയോടെ തലത്തിൽ ആയിരിക്കേണ്ട ഒരു സമയമല്ല. ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ എസ്തേറിനോട് മൊർദെഖായി പറയുക, ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോടുള്ള ദൂത് വെളിപ്പെടുത്തുന്നു. ഈ സമയം മിണ്ടാതിരുന്നാൽ എന്ത് സംഭവിക്കും? ഈ സമയം മൗനം പാലിച്ചാൽ എന്ത് സംഭവിക്കും? ഈ സമയം അപേക്ഷിക്കേണ്ട സമയം, നിലവിളിക്കേണ്ട സമയം, പ്രാർത്ഥിക്കേണ്ട സമയമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ശത്രു അതിനെ ബന്ധിക്കാൻ നോക്കുന്നു, വിശ്വാസത്തെ തകർക്കാൻ നോക്കുന്നു, പ്രാർത്ഥനാ ജീവിതത്തെ ഉടയ്ക്കാൻ നോക്കുന്നു, ഹൃദയത്തെ ഭാരം കൊണ്ട് നിറയ്ക്കാൻ നോക്കുന്നൊരു സമയമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദൂതിനകത്തുനിന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു, ഇത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാണ്. ഇന്ന് പകൽ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് മൗനം പാലിക്കാതെ ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു, കൂടുതൽ നിലവിളിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. ഈ സമയത്ത് ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു സമയം, സ്വർഗം കണ്ടിരിക്കുന്ന ഈ സമയം, വാഗ്ദത്തങ്ങൾ അടുത്തു വന്നിരിക്കുന്ന ഈ സമയം, അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ അനുഭവങ്ങളെ പ്രാപിച്ചെടുക്കേണ്ട ഈ സമയം, ദൈവത്തിൻ്റെ പൈതലേ, മൗനം പാലിക്കരുത്, മിണ്ടാതിരിക്കരുത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. കർത്താവ് അത്ഭുതം ചെയ്യുക, ദൈവം പ്രവർത്തിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നൊരു സമയമാണ്. ഇത് തിരിച്ചറിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥനയിൽ ദൈവത്തോട് നിലവിളിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ആഹ്വാനം ചെയ്യുന്നു. ഈ സമയത്ത് ഒരു വിടുതൽ വേണം. ഈ സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണണം. ഈ സമയത്ത് ദൈവത്തിൻ്റെ പൈതലേ, കൂടുതൽ പ്രതീക്ഷകൾ, കൂടുതൽ പ്രത്യാശയിലേക്ക് പരിശുദ്ധാത്മാവ് ഇതാ വഴി നടത്തുക. ഇന്ന് പകൽ സമർപ്പിക്കപ്പെടുന്ന ജീവിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂതിടവിടുന്നു. പ്രതീക്ഷ വർദ്ധിക്കുന്ന, പ്രത്യാശ വർദ്ധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷമാക്കി ദൈവം തീർക്കുക. അമ്മേ, ഇന്ന് പകൽക്കാലം ദൂത് വിശ്വസിക്കട്ടെ, വചനം ഏറ്റെടുക്കട്ടെ. ദൈവത്തിൻ്റെ പൈതലേ, ഈ സമയത്ത് എൻ്റെ തലമുറയുടെ വിഷയത്തെ ദൈവം
ദൈവം തൊടുന്ന സമയമാണ്. ഈ സമയത്ത് എൻ്റെ കുടുംബത്തെ തൊടുന്ന അത്ഭുതത്തിൻ്റെ സമയമാണ്. വിശ്വസിക്കാൻ പറ്റുമോ? ദൈവം എനിക്ക് ജോലി തരുന്നൊരു സമയമാണ്. ദൈവം എനിക്ക് ഭാവി തരുന്നൊരു സമയമാണ്. ഈ സമയം ഏറ്റവും നിർണായകമാണ്. ഇന്ന് പകൽ അപ്രകാരം ദൂത് വിശ്വസിക്കട്ടെ. മർദ്ദയ്ക്കായി പറയുന്നു, മറ്റൊരിടത്തുനിന്ന് രക്ഷയും ഉദ്ധാരണം ഉണ്ടാകുമെന്ന്. ദൈവത്തിൻ്റെ പൈതലേ, ഒരു വഴി അടഞ്ഞതോർത്ത്, ഒരു വാതിൽ അടഞ്ഞതോർത്ത് ഭാരപ്പെടണ്ട, ദുഃഖിക്കണ്ട. മറ്റൊരു വഴി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക്, ദൈവത്തോട് നിലവിളിക്കുന്നവർക്ക് രക്ഷിക്കുവാനുള്ള ഉദ്ധാരണത്തിൻ്റെ, വിടുതലിൻ്റെ വാതിലുകൾ, വഴികൾ, മറ്റൊരു സ്ഥലം, മറ്റൊരിടം ദൈവം കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കട്ടെ. മൊർദെഖായെ പോലെ ആഴമായൊരു പ്രത്യാശ. ആമേ തുറന്ന് തരുമെന്ന് പ്രതീക്ഷിച്ച വഴി തുറന്നില്ലെങ്കിലും ദുഃഖമില്ല, നിരാശയില്ല. മറ്റൊരു സ്ഥലമുണ്ട്, മറ്റൊരു ഇടമുണ്ട്. ദൈവം അവിടുന്ന് വരുത്തും രക്ഷ, അവിടുന്ന് ഒരുക്കും ഉദ്ധാരണം. ഇന്ന് പകൽക്കാലം ഈ പ്രകാരം ദൂത് ഏറ്റെടുക്കട്ടെ, വചനം വിശ്വസിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കാൻ പോവാ. ഈ സമയത്ത് മിണ്ടാതിരിക്കരുത്. ഈ സമയം കൂടുതൽ പ്രാർത്ഥിക്കുക, കൂടുതൽ ജാഗരിക്കുക, തീവ്രതയോടെ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. ദൈവം ഇതാ ചെയ്യുന്നു, അത്ഭുതം പ്രവർത്തിക്കുന്നു. ദൈവം സഹായിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കുക. സ്നേഹവാന ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവിടെ അവസ്ഥയിൽ, സാഹചര്യങ്ങളുടെ മേൽ കർത്താവേ, ഈ സമയം ജീവിതത്തിൽ പ്രവൃത്തി കാണുക, ദൈവത്തിൻ്റെ അത്ഭുതം കാണുക, ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തി കാണുക, ദൈവത്തിൻ്റെ കരുതൽ കാണുക. ഈ സമയം ദൈവമേ, പ്രാർത്ഥനയിലുറ്റിരിക്കുക, കണ്ണുനീരോടെ പാതപിടുത്തിലിരിക്കുക, ദൈവത്തോട് നിലവിളിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ദൂതുപോലെ ചലിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.